പാതിവില തട്ടിപ്പ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. അനന്തു കൃഷ്ണനും KN ആനന്ദകുമാറുമാണ് പ്രതികൾ. ഇരുവരും ഉടമകളായ കമ്പനികളും പ്രതിപ്പട്ടികയിലുണ്ട്. കലൂർ PMLA കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. SS സരൺ വിവരങ്ങളുമായി ചേരുകയാണ്. സരൺ, സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പാണ്. ഇഡി ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാധു, കേരളം കടയിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു പാതിവില തട്ടിപ്പ്. പകുതി വിലയ്ക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് തയ്യൽ മെഷീനും ഇരുചക്ര വാഹനങ്ങൾക്ക് നൽകാമെന്ന പേരിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി 500 കോടിക്ക് മുകളിലാണെന്ന ഘട്ടത്തിലേക്കാണ് നേരത്തെ പോലീസ് എത്തിയിരുന്നത്. സംസ്ഥാന വ്യാപകമായി 1200-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, അതായത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയും ചെയ്തത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. കഴിഞ്ഞ വർഷം അവർ ECI രജിസ്റ്റർ ചെയ്ത വിശദമായ റെയ്ഡിലേക്ക് കടക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ 2 പ്രതികളാണുള്ളത്. ഒന്ന് അനന്തു കൃഷ്ണനാണ്. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നത് അനന്തു കൃഷ്ണനാണ്. ഇതിന് പുറമെ 2ാം പ്രതി എന്ന് പറയുന്നത് സായി ഗ്രാമം ട്രസ്റ്റ് ചെയർമാനായിരുന്ന KN ആനന്ദകുമാറാണ്. അങ്ങനെ 2 പ്രതികളുമായിട്ടാണ് കുറ്റപത്രം കോടതിയിൽ എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനന്തു കൃഷ്ണന്റെ പേരിലുള്ള 4.5 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും 2 പേരും ഉടമകളായിട്ടുള്ള സ്ഥാപനങ്ങളും പ്രതിപട്ടികയിലുണ്ടെന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ അനന്തുകൃഷ്ണൻ, അതായത് ഈ ക്രൈംബ്രാഞ്ച് കേസുകളിൽ അനന്തുകൃഷ്ണൻ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അങ്ങനെ റിമാൻഡിലുള്ള അനന്തുകൃഷ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.